ഈ രാജ്യത്തിൻ്റെ ദേശീയത രൂപപ്പെട്ടത് നാനാജാതി മതസ്ഥന്മാർ ഒന്നിച്ചു ചേർന്ന് നടത്തിയിട്ടുള്ള സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലൂടെയാണ്. ഹിന്ദു ഉണ്ട്, മുസൽമാനുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, പാർസിയുണ്ട്, സിഖുണ്ട്. ഇവരെല്ലാം ഒത്തുചേർന്നുകൊണ്ടാണ് പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികളെ ഈ രാജ്യത്ത് നിന്നും ഒഴിവാക്കി ഇന്ത്യക്കാരൻ ഭരിക്കണം എന്ന ദേശീയ ബോധത്തെ അടിസ്ഥാനപ്പെടുത്തി വലിയ പോരാട്ടം നടന്നത്. ജീവാർപ്പണം ചെയ്തിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഒരു കേന്ദ്രം കൂടിയാണ് തലശ്ശേരി. 1940 സെപ്റ്റംബർ 15 തലശ്ശേരി ജവഹർ ഘട്ടിൽ നടന്നിട്ടുള്ള അതിഭീകരമായിട്ടുള്ള അടിച്ചമർത്തലിനെ ചെറുത്തുകൊണ്ട് ജനങ്ങൾ ദേശീയതയ്ക്ക് വേണ്ടി ഉറച്ചു നിന്ന നാട് കൂടിയാണ് ഈ തലശ്ശേരി. അവിടെയാണ് ഒരു അധ്യാപകനായിട്ടുള്ള അബു മാസ്റ്ററും വീടിത്തൊഴിലാളിയായിട്ടുള്ള ചാത്തുക്കുട്ടിയും ജീവാർപ്പണം ചെയ്തത്. അങ്ങനെ നിരവധി പോരാട്ടങ്ങളിലൂടെ നാനാവിശ്വാസികളായിട്ടുള്ള ആളുകൾ നടത്തിയിട്ടുള്ള ത്യാഗോജ്വലമായിട്ടുള്ള സമരങ്ങളിലൂടെ നേടിയെടുത്ത നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയത വെല്ലുവിളിക്കപ്പെടുന്നു. ജനാധിപത്യവും മതനിരപേക്ഷതയും സാമൂഹ്യനീതിയും തകർക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുന്നു. ഇത്തരമൊരു ഘട്ടത്തിലാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സ്വാതന്ത്ര്യസമരത്തിലൂടെ രൂപപ്പെട്ട ഇന്ത്യയിലെ പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ശിലയാണ് ഇന്ത്യയുടെ ഭരണഘടന. ആ ഭരണഘടന തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് കഴിഞ്ഞ 10 വർഷമായി ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നിട്ടുള്ള മോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ആദ്യത്തെ ആമുഖ വാചകം തുടങ്ങുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്ത് നടന്നത് ആദ്യത്തെ വാക്ക് നാം, ഇന്ത്യയിലെ ജനങ്ങളായിട്ടുള്ള നാം ഏതെല്ലാം നിലക്കാണ് വിഭജിക്കപ്പെട്ടത്, ഏതെല്ലാം നിലക്കാണ് പരമത വിദ്വേഷം പ്രചരിപ്പിച്ചത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടക്കൊലപാതകങ്ങൾ, അതൊക്കെ ഞാൻ വിശദമായി പറയേണ്ട ആവശ്യമില്ല. രാജ്യത്തിലെ സംഭവങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുന്ന ഏതൊരാൾക്കും കൃത്യമായി ഇതൊക്കെ തിരിച്ചറിയാനാവും. അപ്പോൾ നമ്മെ വിഭജിക്കുന്നു. ഇന്ത്യ എന്ന് പറയുന്ന ഭരണഘടനയുടെ ആമുഖത്തിലെ ആദ്യത്തെ വാക്ക് പോലും ഇനി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്ന പൊതുബോധം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇത് മാത്രമല്ല, നമ്മുടെ പരമാധികാരം അത് സാമ്രാജ്യത്വ ശക്തികൾക്ക് അടിയറ വെക്കുന്നു. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ അന്തസ്സത്ത തകർക്കും വിധമുള്ള നടപടികൾ വരുന്നു. നമ്മുടെ മതനിരപേക്ഷത, സെക്യുലറിസം, അത് തകർക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കം നടക്കുന്നു. സോഷ്യലിസത്തെപ്പറ്റി പിന്നെ പറയേണ്ട ആവശ്യമില്ല. ആണ് സ്ഥിതി സമത്വം എന്നത് അത് പ്രകൃതിക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്നവരാണ് രാജ്യം ഭരിക്കുന്ന BJPയുടെ ആത്മീയ ആചാര്യന്മാരായിട്ടുള്ള RSSും സംഘപരിവാരും. അങ്ങനെ പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ശരിയായിട്ടുള്ള ഭരണഘടനയെ തന്നെ തകർക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ് ഈ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജനാധിപത്യവും മതനിരപേക്ഷതയും സാമൂഹ്യനീതിയും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. 2019 തെരഞ്ഞെടുപ്പിൽ വീണ്ടും മോദി സർക്കാർ അധികാരത്തിൽ വന്നു. ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങളിൽ
തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള പ്രചരണമാണ് നടന്നത്. മോദിക്ക് പകരം രാഹുൽ വരാൻ വേണ്ടി പോകുന്നു എന്ന പ്രതീതി ഉണ്ടാക്കാനാണ് ശ്രമം നടന്നത്. ആണ് ഒരു പ്രതീതി നിർമ്മാണം. അതിൽ കേരളത്തിലെ കോൺഗ്രസ് ഉണ്ട്, UDF ഉണ്ട്, അതോടൊപ്പം മലയാളത്തിൽ പ്രചാരമുള്ള പത്രമാധ്യമങ്ങളുമുണ്ട്. ഇവരെല്ലാം ചേർന്നുകൊണ്ട് ഒരു വിഭാഗത്തെ വഴിതെറ്റിക്കാനായതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റും UDFന് കിട്ടുന്ന സാഹചര്യമുണ്ടായത്. ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യം. തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രസക്തിയും പ്രാധാന്യവും തിരിച്ചറിഞ്ഞിട്ടുള്ളൊരു കാലം കൂടിയാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായിട്ടാണ് വടകര മണ്ഡലത്തിൽ സഖാവ് KK ശൈലജ ടീച്ചർ മത്സരിക്കുന്നത്. അവരുടെ വിജയത്തിന് വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിനകം ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, 2019 നിന്നും വ്യത്യസ്തമായി BJP ആണ് മുഖ്യ വിപത്ത് എന്ന് കണക്കാക്കിക്കൊണ്ട് ആ BJP ഭരണം വീണ്ടും അധികാരത്തിൽ വരാതിരിക്കാനുള്ള ജനാധിപത്യ ശക്തികളുടെ ഏകീകരണത്തിനുള്ള ശ്രമങ്ങൾ നടന്നു കഴിഞ്ഞ സാഹചര്യത്തിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതുണ്ടായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെയുള്ള ശക്തികളെ ഒന്നിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വലിയ പരിശ്രമങ്ങൾ നടന്നു. അതിൻ്റെ സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ്. നിങ്ങൾക്കറിയാം, അതിൻ്റെ ഭാഗമായി ഇന്ത്യ എന്ന പേരിലുള്ള ഒരു പൊതുവേദി രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ്, ഇന്ത്യ കൂട്ടായ്മ. ആ കൂട്ടായ്മക്കകത്ത് ഇടതുപക്ഷ പാർട്ടികളുണ്ട്, അതോടൊപ്പം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുമുണ്ട്. ആ ഇന്ത്യ കൂട്ടായ്മയുടെ സത്തക്ക് ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് പലപ്പോഴും കോൺഗ്രസ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന് ഇപ്പോഴും എന്താണ് രാജ്യത്തിലെ സ്വാധീനം എന്നത് തിരിച്ചറിയാനായിട്ടില്ല. നിങ്ങൾക്കറിയാം, കർണാടകത്തിൽ കോൺഗ്രസ് ജയിച്ചു, ഒറ്റയ്ക്ക് ജയിച്ചു. ഹിന്ദി മേഖലയിൽ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ജയിച്ചു. അപ്പോൾ കോൺഗ്രസ് കരുതിയത് ഇനി ഞങ്ങൾ ഒറ്റക്ക് മതി, ഇന്ത്യ കൂട്ടായ്മയിലെ പ്രസ്ഥാനങ്ങളുടെ യോജിപ്പില്ലെങ്കിലും ഞങ്ങൾക്ക് BJPയെ തോൽപ്പിക്കാനാവും. ഇത് തെറ്റായ കണക്കുകൂട്ടലിനെ തുടർന്നുള്ള ഒരു അഹങ്കാരമായിരുന്നു എന്ന് 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുകയുണ്ടായി. രാജസ്ഥാൻ കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനമാണ്. ഇപ്പോൾ ആരാ ഭരിക്കുന്നത്? ഇപ്പോൾ BJPയാണ് കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനം. അവിടുത്തെ BJP ഇതര ശക്തികളെ കൂട്ടിയോജിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാവാത്തതിൻ്റെ ഫലമായിട്ടാണ് അവിടെ ഭരണം നഷ്ടപ്പെട്ടത്. ഇപ്പോൾ BJPയുടെ ഭരണം വന്നത്. അതുപോലെ മധ്യപ്രദേശ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയ സംസ്ഥാനമാണ്. എവിടെ പോയി? ജയിച്ച കോൺഗ്രസ് എല്ലാം BJP ആയി. അവിടെ BJPയുടെ ഭരണം വന്നു. ഇപ്പോൾ BJPയുടെ ഭരണ തുടർച്ചയുണ്ടായി അല്ലേ നടന്നത്? അപ്പോൾ തങ്ങൾക്കില്ലാത്തൊരു ശക്തി ഉണ്ടെന്നുള്ള തെറ്റായിട്ടുള്ള അവബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ സമീപനമാണ് കോൺഗ്രസിനെ ഈ വിധം തിരിച്ചടിക്ക് വിധേയമാക്കിയത്. കോൺഗ്രസ് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ രാജ്യം നേരിടുന്ന മുഖ്യമായിട്ടുള്ള വിപത്തിനെ എതിരിടുന്നതിന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കോൺഗ്രസിനോട് പറഞ്ഞത്, നിങ്ങൾ ഈ BJPയെ തോൽപ്പിക്കണമെങ്കിൽ ആ BJP പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളുണ്ട്. എന്താ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേകത? അത് ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്.
സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് 22 വർഷങ്ങൾക്ക് മുമ്പ് രാജ്യത്ത് രൂപപ്പെട്ട ഒരു സംഘടനയുടെ പേരാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. ഈ രാജ്യത്തിലെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും ഭീകരപ്രസ്ഥാനത്തിൻ്റെ ആളുകളുമൊക്കെ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയുള്ള ത്യാഗപൂർണമായിട്ടുള്ള പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ RSSൻ്റെ ശാഖയിൽ കബഡി കളിച്ച് നടന്ന് ഈ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ചെലവിടുന്ന സമയം വെറുതെയാണെന്ന് ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള ഒരു ശക്തിയാണ് RSS. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു പങ്കും വഹിക്കാത്ത, അത് വൃഥാ സമയം പാഴാക്കുകയാണ് എന്നുള്ള പ്രചരണം നടത്തിയിട്ടുള്ള RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പാർട്ടിയാണ് BJP. അവർക്ക് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. ജനാധിപത്യത്തോട് അവർക്ക് യാതൊരു കൂറുമില്ല. ജനാധിപത്യമൊക്കെ പേരിന് പറയുന്നതാണ്, അതിലൊന്നും വലിയ അർത്ഥമില്ല എന്നാണ് സംഘപരിവാറിൻ്റെ കാഴ്ചപ്പാട്. മതനിരപേക്ഷത അവരംഗീകരിക്കുന്നില്ല. അവരംഗീകരിക്കുന്നത് എന്താ? മതരാഷ്ട്രം, ഹിന്ദു രാഷ്ട്രം. അതിനു വേണ്ടിയിട്ടാണ് ഹിന്ദുത്വ രാഷ്ട്രീയം അവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ജനാധിപത്യത്തെ അംഗീകരിക്കാത്ത, സെക്കുലറിസത്തെ, മതനിരപേക്ഷതയെ അംഗീകരിക്കാത്ത, സാമൂഹ്യ നീതിയെ അംഗീകരിക്കാത്ത ഒരു ശക്തി ഫാസിസ്റ്റ് സ്വഭാവത്തോടുകൂടി രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തി. ആ ശക്തിക്ക് മുമ്പിൽ ഒരു ബദലാവണമെങ്കിൽ എന്തു വേണം? കൃത്യമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് വേണം. സംഘപരിവാരം മുന്നോട്ട് വെക്കുന്ന അപകടകരമായിട്ടുള്ള ചിന്തകളെ എതിർത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ആശയ പരിസരം ഉണ്ടാക്കണം. അതുണ്ടോ കോൺഗ്രസ്സിന്? എത്രയെത്ര സന്ദർഭങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായി. ആ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ കണ്ടതല്ലോ. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് 2024 ജനുവരി മാസം 22-ാം തീയതി ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്രമുണ്ടാക്കാൻ വേണ്ടിയുള്ള സംഘപരിവാറിൻ്റെ ആസൂത്രിതമായിട്ടുള്ള അജണ്ട നടപ്പാക്കപ്പെട്ടപ്പോൾ ഈ രാജ്യത്തിലെ കോൺഗ്രസ് സ്വീകരിച്ചത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അല്ലേ? എന്താ അതിനോട് കോൺഗ്രസ് സ്വീകരിച്ച സമീപനം? നേരത്തെ സുപ്രീം കോടതിയുടെ വിധിയുടെ മറപിടിച്ചിട്ട് അവിടെ രാമക്ഷേത്ര ട്രസ്റ്റ് ഉണ്ടാക്കി, അവിടെ ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചു. ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. അതിനു മുമ്പേ അതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്താൻ സംഘം തീരുമാനിച്ചു. ക്ഷേത്രം പൂർത്തീകരിച്ചിട്ടില്ല, അതിനു മുമ്പേ ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. നമ്മുടെ നാട്ടിൽ ഒട്ടേറെ അമ്പലങ്ങളുണ്ടല്ലോ. അവിടെ പ്രതിഷ്ഠാകർമ്മവും പുനഃപ്രതിഷ്ഠാകർമ്മവും ഒക്കെ ആരാ നിർവഹിക്കാറ്? ഞാൻ ഇവിടുത്തെ എല്ലാ പാർട്ടികളിലും പെട്ട ആളുകളോട് ചോദിക്കുകയാണ്. അവിടെ പുരോഹിതന്മാരാണല്ലോ പ്രതിഷ്ഠാ ചടങ്ങും പുനഃപ്രതിഷ്ഠാ ചടങ്ങും ഒക്കെ നടത്തുന്നത്. അല്ലാതെ പഞ്ചായത്ത് പ്രസിഡൻ്റാണോ മന്ത്രിയാണോ പ്രതിഷ്ഠാ ചടങ്ങ് നടത്താറ്? ഇവിടെ ഒരു മനുഷ്യൻ്റെ ഏകാധിപത്യ നടപടികൾ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കണ്ടു. എല്ലാ കാര്യങ്ങളിലും. ഒടുവിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലും അത് കണ്ടു. പാർലമെൻറ്റിന് പുതിയ മന്ദിരം വന്നു. ആ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം എങ്ങനെയാണ് നടത്തിയത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിന് രാജ്യസഭയുണ്ട്, അതുപോലെ ലോക്സഭയുണ്ട്. 2 സഭകൾ, അധോസഭയും ഉപരിസഭയും. ആ പാർലമെൻറ്റിനെ പരിഗണിക്കുമ്പോൾ അതിലെ ആദ്യത്തെ പരിഗണനയിൽ വരേണ്ടത് രാഷ്ട്രപതിയാണ്. 1ാമത്തെ അംഗം രാഷ്ട്രപതിയാണ്. ഉണ്ടായോ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി? രാഷ്ട്രപതിയെ മാറ്റി നിർത്തിക്കൊണ്ട് നരേന്ദ്രമോദി ആ കർമ്മങ്ങൾ നിർവഹിക്കുന്നു. എന്നിട്ട് മാത്രമല്ല, അവിടെ കൂടെ കൂട്ടിയതാരിയ പൂജാരിമാര്. മതത്തെയും വിശ്വാസത്തെയും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന കൃത്യമായൊരു പദ്ധതിയുടെ പ്രഖ്യാപനമല്ലേ അന്ന് നമ്മൾ കണ്ടത്? രാഷ്ട്രപതിയില്ല. പാർലമെൻറ്റിൻ്റെ മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നതിന് പാർലമെൻറ്റിൻ്റെ പരിഗണന വരുമ്പോൾ 1ാമത്തെ പരിഗണനയിൽ വരേണ്ട രാഷ്ട്രപതിയില്ല, 1ാമത്തെ പൗരയില്ല. അവിടെ മോദി.
പൂജാരിമാരെയും കൂട്ടിയിട്ടാ പരിപാടി. ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നപ്പോൾ അവിടെ പൂജാരിമാരെ തിരശ്ശീലയ്ക്ക് പിന്നിലെടുത്തിയിട്ട് പ്രധാനമന്ത്രി പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നു. മൂപ്പര് തന്നെ പ്രഖ്യാപിക്കുകയാണ്, ഞാനാണ് മുഖ്യ യജമാനൻ. അപ്പോൾ ഹിന്ദുമതത്തിൻ്റെ ആചാരങ്ങളൊക്കെ അറിയുന്ന പണ്ഡിതന്മാർ പറഞ്ഞു, ഈ മുഖ്യ യജമാനാവണമെങ്കിൽ കൂടി ആര് വേണം? ഭാര്യ വേണം, അല്ലേ? ഭാര്യ എവിടെ പോയി? ഭാര്യ മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നുണ്ട്. ഭാര്യ ഉപേക്ഷിച്ചതാണ്. ഇപ്പോൾ കേരളത്തിൽ വന്നിട്ട് മൂപ്പരുടെ പ്രഖ്യാപനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമ്മുടെ മനസ്സിൽ ചിരി പൊട്ടും, അല്ലേ? നാരീശക്തി. നാരീശക്തി പറയുന്ന ആൾ ആദ്യം ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയെ കൂട്ടി നടക്കണം. ആണ് ഭാര്യ ഉപേക്ഷിച്ചിട്ടുള്ള ആളാണ് നാരീശക്തിയെപ്പറ്റി പറയുന്നത്. ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഗംഭീരമാക്കാൻ തീരുമാനിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കത്ത് കൊടുത്തു. CPM-ന്, CPI-ക്ക്, വിവിധ പാർട്ടികൾക്ക് കത്ത് കൊടുത്തു. കോൺഗ്രസിൻ്റെ 3 നേതാക്കന്മാർക്ക് കത്ത് കൊടുത്തു. എന്താ നമ്മൾ കണ്ടത്? ഇടതുപക്ഷ പാർട്ടികൾ അസന്നിഗ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. കാരണം അര നിമിഷം വേണ്ടി വന്നില്ല ഈ കത്ത് കിട്ടിയപ്പോൾ. ഇത് ഒരു രാഷ്ട്രീയ പരിപാടിയാണ് മിസ്റ്റർ മോദി. ക്ഷണിക്കുന്ന ആളുകളോട് പറഞ്ഞു, ഇത് രാഷ്ട്രീയ പരിപാടിയാണ്, ഞങ്ങളങ്ങോട്ടില്ല. അതേസമയം ഞങ്ങളെല്ലാ മതവിശ്വാസങ്ങളെയും മാനിക്കുന്ന പാർട്ടിയാണ്. കാരണം മതവിശ്വാസങ്ങളെ മാനിക്കുന്ന പാർട്ടിയാണെങ്കിലും മതത്തെയും രാഷ്ട്രവ്യവസ്ഥയെയും കൂട്ടിക്കെട്ടാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് ഇത് രാഷ്ട്രീയ കാര്യപരിപാടിയാണ്, ഞങ്ങളൊന്നും അങ്ങോട്ടില്ല എന്ന് കൃത്യമായി പ്രഖ്യാപിച്ചല്ലോ ഇടതുപക്ഷ പാർട്ടികൾ. കോൺഗ്രസ് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് തീരുമാനിച്ചത്? മലയാളത്തിലെ ഒരു പത്രം, അത് ഇടതുപക്ഷാനുകൂലമായിട്ടുള്ള പത്രമല്ല, ആ പത്രം മുഖപ്രസംഗം എഴുതിയിട്ട് ചോദിച്ചു, അതിൻ്റെ തലക്കെട്ട് തന്നെ പള്ളി പൊളിച്ചെടുത്താണോ കോൺഗ്രസ് കുത്താൻ പോകുന്നതെന്നാണ്. മനസ്സിലായില്ലേ? പത്രം മുഖപ്രസംഗം എഴുതിയിട്ട് ചോദിക്കുക, ഈ കോൺഗ്രസിൻ്റെ ഈ സംശയങ്ങൾ തീരാത്ത നിലയിൽ നിലപാട് സ്വീകരിക്കുന്നതിൽ അഴകുടമ്പൻ സമീപനം സ്വീകരിച്ചപ്പോൾ, സംശയിച്ച് നിന്നപ്പോൾ മലയാളത്തിലൊരു പത്രം എഴുതിയിട്ടുള്ള മുഖപ്രസംഗത്തിൻ്റെ തലക്കെട്ടാണ് ഞാനിവിടെ പറഞ്ഞത്. പള്ളി പൊളിച്ചെടുത്തോ കോൺഗ്രസ് കുത്താൻ പോകുന്നു എന്നുള്ള പ്രതീതി ഉണ്ടായല്ലോ. ഒടുവിൽ അവർ തീരുമാനിച്ചു ഇല്ല. പക്ഷെ എന്താ അവിടെ കണ്ടത്? ഹിമാചൽ പ്രദേശിലെ മന്ത്രി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തു. അപ്പോൾ കോൺഗ്രസിൻ്റെ തീരുമാനം ഇവിടെ മറിച്ചുള്ള നിലപാട് സ്വീകരിച്ച കോൺഗ്രസ് നേതാക്കന്മാർ. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത്രമേൽ അപകടകാരിയായിട്ടുള്ള ഒരു ശക്തിയെ നേരിടുന്നതിനുള്ള ഇച്ഛാശക്തി, കൃത്യമായിട്ടുള്ള ദൃഢമായിട്ടുള്ള നിലപാട് അത് കോൺഗ്രസിനില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഈ നിലപാട് വ്യാപകമായി വിമർശിക്കപ്പെട്ടു. അസന്നിഗ്ധമായിട്ടുള്ള നിലപാട് വേണ്ടേ? എങ്കിലല്ലേ ഈ രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥയെ രക്ഷിക്കാൻ പറ്റൂ. ആ നിലപാടിൻ്റെ കാര്യത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ ഇതാ ഇടതുപക്ഷം കൃത്യമായിട്ടുള്ള നിലപാട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഇടതുപക്ഷത്തിൻ്റെ വേറിട്ട നിലപാടുകളുടെ പ്രത്യേകത. 2004 അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഇന്ത്യയിലാകെ 61 MP-മാരുണ്ടായിരുന്നു. 61 MP-മാർ. ഈ 61 ഇടതുപക്ഷ MP-മാരും ആരെ തോൽപ്പിച്ചിട്ടാണ് ലോക്സഭയിൽ എത്തിയത്? കോൺഗ്രസിനെ തോൽപ്പിച്ചിട്ടാണ്, അല്ലേ? കോൺഗ്രസിനെ തോൽപ്പിച്ച് 2004 തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലെത്തിയ 61 MP-മാർ അവിടെ രാജ്യത്തിൻ്റെ അന്നത്തെ സാഹചര്യത്തിൽ BJP ഭരണം ഒഴിവാക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുമായിട്ട് യോജിക്കാൻ തയ്യാറായി. അങ്ങനെയാണല്ലോ 1ാം UPA ഗവൺമെൻറ് നിലവിൽ വന്നത്, അല്ലേ? അതായത് ഇടതുപക്ഷം നിലപാടുള്ള പ്രസ്ഥാനങ്ങൾ. ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ കൃത്യമായ നിലപാടുള്ള പ്രസ്ഥാനങ്ങളാണ് ഈ രാജ്യത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. ആ ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ വളരേണ്ടത്. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ഇടപെടൽ ശേഷി വർദ്ധിപ്പിക്കണമെങ്കിൽ ഈ രാജ്യത്തെ ലോക്സഭയിൽ പരമാവധി സീറ്റുകൾ ഇടതുപക്ഷത്തിന് ലഭ്യമാവണം.
ഞാൻ മറ്റ് വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. ഇവിടെ കേരളത്തിലെ കോൺഗ്രസ് എടുക്കുന്ന അങ്ങേയറ്റം അവസരവാദപരമായിട്ടുള്ള നിലപാട് പലപ്പോഴും ചർച്ച ചെയ്തതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ള 19 പേരിൽ ഒരാൾ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ കൂടെ വന്നു. ഈ 18 UDFൻ്റെ MP-മാരും എന്താണ് ലോക്സഭയിൽ ചെയ്തത്? ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണല്ലോ. നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള സവിശേഷതയുണ്ടല്ലോ. ഓണം, വിഷു, ക്രിസ്മസ്, പെരുന്നാൾ, ഈസ്റ്റർ. ഇവിടെ എത്ര ശാന്തമായിട്ടാണ്, സമാധാനപരമായിട്ടാണ് ഇത്തരം ഉത്സവങ്ങൾ നാം നടത്തുന്നത്. ഇവിടെ യാതൊരു പ്രശ്നവുമില്ലല്ലോ. സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്താണ് നടന്നത്? അവിടെ ശ്രീരാമ നവമി ഘോഷയാത്ര, ജയ് ജയ് ശ്രീരാമൻ, ഹനുമാൻ ജയന്തി ഘോഷയാത്ര, ജയ് ജയ് ഹനുമാൻ. ഇവിടെ RSSകാർ ഘോഷയാത്രയിൽ നുഴഞ്ഞു കയറുക, എന്നിട്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ പോവുക, അവർക്ക് നേരെ ആക്രമണം നടത്തുക, അവരുടെ ഭരണത്തിലുള്ള കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും ബുൾഡോസർ ഉപയോഗിച്ച് ന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവരുടെ വീടുകൾ തകർത്ത് തരിപ്പണമാക്കുക. ഇതല്ലേ രാജ്യത്തുടനീളം നടന്നത്? മണിപ്പൂർ നമ്മൾ കണ്ടു. മണിപ്പൂരിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആരാധനാലയങ്ങളെല്ലാം തകർത്ത്. മോദി മിണ്ടിയോ അതിനെക്കുറിച്ച്? അപ്പോൾ ഒരു ഭാഗത്ത് ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരായി എന്തെല്ലാം അതിക്രമങ്ങളാണ് ഈ 10 വർഷത്തിനകം നടന്നത്. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ. പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നു, അത് നടപ്പാക്കുന്ന പറയുന്നത്. അതിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭം നടന്നു. എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ നേരിട്ടത്? രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ടാണ്. കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിലും 2019 തെരഞ്ഞെടുപ്പിലും ഈ രാജ്യത്തിലെ കൃഷിക്കാർക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനമുണ്ട്. മോദിയും കൂട്ടരും താങ്ങും വില. ഇപ്പോൾ കൃഷിക്കാർ സമരത്തിൻ്റെ പാതയിലാണ്. മോദി സർക്കാർ കൊണ്ടുവന്ന് പാസാക്കിയിട്ടുള്ള കർഷക നിയമങ്ങൾ ഒരു കൊല്ലക്കാലം നീണ്ടു നിന്നിട്ടുള്ള പ്രക്ഷോഭത്തിലൂടെയാണ് ഒടുവിൽ പിൻവലിക്കാൻ നിർബന്ധിക്കപ്പെട്ടത്. അപ്പോൾ ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ, കർഷകർക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ശത്രുതാപരമായിട്ടുള്ള നിലപാടുകൾ, സാമാന്യ ജനത്തിൻ്റെ മുമ്പിലോ അതിരൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം. പെട്രോളിന് 1 ലിറ്റർ പെട്രോളിന് 50 റുപ്യ പ്രകാരം തരുമെന്ന് വാഗ്ദാനം ചെയ്ത് അധികാരത്തിൽ വന്നവർ ഇപ്പം എന്താ പെട്രോളിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടല്ലോ. ഈ തരത്തിലാണ് ജനവിരുദ്ധ സമീപനങ്ങളുമായി രാജ്യത്തിലെ BJP ഭരണം മുന്നോട്ട് പോകുന്നത്. ഇവിടെ അതിനെതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള നിലപാടുകൾ രാജ്യത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് സ്വീകരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റും അതിനൊത്ത നയങ്ങളാണ് സ്വീകരിച്ചത്. നിങ്ങൾക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് മാധ്യമങ്ങളെ പൂർണ്ണമായി കൈയടക്കിക്കൊണ്ട് BJPയും സംഘപരിവാറും കൃത്യമായിട്ടൊരു പ്രചാരണ യുദ്ധം നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഒരു പൊതുസമ്മതി ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാ മാധ്യമങ്ങളെയും കൈയടക്കിയിരിക്കുകയാണ്. അച്ചടിപ്പത്രങ്ങളുണ്ട്, ദൃശ്യമാധ്യമങ്ങളുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുണ്ട്. എല്ലാറ്റിനെയും കൈയടക്കിക്കൊണ്ടുള്ള വലിയ പ്രചരണ യുദ്ധം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ടെലിവിഷൻ തുറന്നാൽ നമ്മൾ കേൾക്കുന്നത് എന്താ? മക്കളുടെ കരുത്ത്, അമ്മ, അല്ലേ? പരസ്യം തുടങ്ങിയിരിക്കുകയാണ്, ഇപ്പോൾ പ്രചരണം തുടങ്ങിയിരിക്കുകയാണ്. മക്കളുടെ കരുത്ത് അമ്മ, അമ്മയുടെ കരുത്ത് മോദിജി. അപ്പോൾ അതിന് കണക്കായിട്ട് ഇപ്പം മോദി ഇവിടെ വന്നിട്ട് പറയുന്നത് നാരീശക്തി. ഇതാണ് കേരളത്തിലെ സ്ത്രീകളോട് കൊഞ്ഞനം കുത്തുകയാണ് നരേന്ദ്രമോദി. നാരീശക്തിയെപ്പറ്റി ഞാൻ പഠിപ്പിച്ചു തരാമെന്ന്. ഈ കേരളത്തിൽ 25 കൊല്ലമായിട്ട് നാരീശക്തി ഉണ്ട് മിസ്റ്റർ മോദി. അതാ കുടുംബശ്രീ. ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം ഈ കേരളത്തിലാണ്. അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കാഴ്ചപ്പാടിനെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തിയതാണ്.
പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലുമൊക്കെ 50% സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയത് ഈ കേരളത്തിലാണ്. അതും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കാഴ്ചപ്പാടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അവിടെയാണ് നാരീശക്തി. ഞാൻ പറഞ്ഞു, പ്രചാരണ യുദ്ധം ആണ്. ലോകത്ത് യുദ്ധഭ്രാന്ത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രചരണമാണ് ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ നടത്തിയതെങ്കിൽ ഇവിടെ സംഘപരിവാർ ശക്തികൾ നടത്തുന്നത് ഒരു പ്രചാരണ യുദ്ധമാണ്. അച്ചടിപ്പത്രങ്ങൾ, നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ ഏതാണ്ട് മോദി ഭക്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ മോദി ഭക്തി, പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ മോദി ഭക്തി ആണ്. അപ്പോൾ ഇവിടെ ഈ പ്രചരണങ്ങളെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ജനകീയ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ കഴിയണം. വലിയ ഏറ്റുമുട്ടലാണ് നടക്കാൻ വേണ്ടി. ഇപ്പോൾ അപ്പുറത്ത് വലിയ ശക്തിയാണ് പണം. യഥേഷ്ടം അവരുടെ പക്ഷത്തുണ്ട്. എവിടുന്ന പണം? നിങ്ങൾക്കറിയാം, ഈയിടെ സുപ്രീം കോടതി കൃത്യമായിട്ടുള്ള ഒരു വിധി പ്രഖ്യാപിച്ചല്ലോ. സുപ്രീം കോടതിയുടെ ചില വിധികളോട് നമുക്ക് വിയോജിക്കേണ്ടി വരും. പക്ഷേ സുപ്രീം കോടതിയിൽ CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ നടത്തിയിട്ടുള്ള നിയമപോരാട്ടത്തെ അടിസ്ഥാനപ്പെടുത്തി കൃത്യമായിട്ടുള്ള വിധി പ്രഖ്യാപിച്ചു. എന്താ വിധി? 2018 മുതൽ ഈ രാജ്യത്തിലെ കോർപ്പറേറ്റുകൾ നൽകുന്ന ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഏർപ്പാട് അവസാനിപ്പിച്ചു. സുഹൃത്തുക്കളെ, എന്താ ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ? തെരഞ്ഞെടുപ്പ് സമയത്ത് കോർപ്പറേറ്റുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്ന ഫണ്ടിന് ഒരു നിയമത്തിൻ്റെ പരിരക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇലക്ട്രൽ ബോണ്ട്. 2018 മുതൽ എത്ര കോടി ഉറുപ്പികയാണ് രാജ്യത്തിലെ വലതുപക്ഷ പാർട്ടികൾക്ക് കൊടുത്തതെന്നറിയോ? 35,000 കോടി ഉറുപ്പിക. ഏറ്റവും കൂടുതൽ കിട്ടിയത് BJPക്ക്, രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസ്. ഇതാണ് വലതുപക്ഷം, BJPയും കോൺഗ്രസും. എന്നാൽ CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ കൃത്യമായി തീരുമാനിച്ചു, ഞങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ട് വേണ്ട. കാരണം ഇതൊരു രഹസ്യ ഏർപ്പാടാണ് എന്ന് മാത്രമല്ല, ജനാധിപത്യത്തെ വിലക്കെടുക്കാനുള്ള ഏർപ്പാടാണ്. ധനമൂലധന ശക്തികൾ എങ്ങനെയാണോ ജനാധിപത്യ വ്യവസ്ഥയെ വിലക്കെടുക്കുന്നത്, അതിൻ്റെ 1-ാം നമ്പർ തെളിവാണ് ഈ ഇലക്ട്രൽ ബോണ്ട്. ഓരോ കോർപ്പറേറ്റും രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കുന്ന പണം എത്രയാണ്, ഏതൊക്കെ കോർപ്പറേറ്റുകളാണ്, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഫണ്ട് കൊടുത്തത്, ഇതൊന്നും വെളിപ്പെടില്ല. അതാണ് ഈ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത. ആ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. സുപ്രീം കോടതി പറഞ്ഞല്ലോ, രാജ്യത്തിലെ ജനാധിപത്യ തത്വങ്ങൾക്ക് നിരക്കാത്ത നിലയിലാണ് ഈ രഹസ്യ ഏർപ്പാട്. രഹസ്യമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് കൊടുക്കുക. അതുകൊണ്ട് ഈ മാർച്ച് 31-നകം എല്ലാ ഇലക്ട്രൽ ബോണ്ടിൻ്റെയും വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കണം. അപ്പോൾ അത് പരസ്യമായിട്ട് രേഖയാവും, എല്ലാവർക്കും മനസ്സിലാവും ഏതൊക്കെ പാർട്ടികളാണ് കോർപ്പറേറ്റുകളിൽ നിന്ന് ഫണ്ട് വാങ്ങിച്ചത്. ഇവിടെയാണ് ഈ RSSും BJPയും ഒക്കെ പറയുന്ന ഹിന്ദുത്വം ഉണ്ടല്ലോ, അതിൻ്റെ പൊള്ളത്തരം നമുക്ക് മനസ്സിലാവുക. ഹിന്ദു സംസ്കാരം, ഭാരത സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കുന്ന കാര്യം, ഈ ഇലക്ട്രൽ ബോണ്ട് വഴി BJPക്കും കോൺഗ്രസിനുമൊക്കെ എത്ര ഫണ്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കണക്ക് പുറത്തു വന്നാൽ നാട്ടുകാർ മനസ്സിലാക്കും, ഇവരുടെ പൊള്ളത്തരം മനസ്സിലാവും. ഇപ്പം എന്താ ചെയ്യുന്നത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തിരിക്കുകയാണ്. മാർച്ച് 31-നകം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ജൂലൈ മാസം വരെ സമയം വേണമെന്നാണ്. എന്താ അതിൻ്റെ പിന്നിലുള്ളത്? ഇത് സുതാര്യമായിട്ടുള്ള കാര്യമാണല്ലോ. ഇപ്പം എല്ലാം കമ്പ്യൂട്ടറിലാണ്. നമ്മൾ ഒരു ബാങ്കിലോ ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയിട്ട് ഒരു വിവരം വേണമെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടുമല്ലോ പെട്ടെന്ന്. എന്താ ജൂലൈ വരെ വേണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം? BJP തുറന്നു കാട്ടപ്പെടും, കോൺഗ്രസ് തുറന്നു കാട്ടപ്പെടും. ഇലക്ട്രൽ ബോണ്ട് വഴി പണം വാങ്ങിച്ച് രാജ്യത്തിലെ വോട്ടർമാരെ വില കൊടുത്ത് വോട്ട് വാങ്ങാനുള്ള പരിശ്രമങ്ങൾ ഒക്കെ തുറന്നു കാട്ടപ്പെടും. അതുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയാണ്, ഞങ്ങൾക്ക് ജൂലൈ മാസം വരെ സമയം വേണം, തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നാണ്. തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ഈ രാജ്യത്തിലെ ജനാധിപത്യവാദികളായിട്ടുള്ള ജനങ്ങൾ വിചാരണ ചെയ്യും.
BJPയെയും കോൺഗ്രസിനെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യും. അതുകൊണ്ട് ജൂലൈ മാസം വരെ ഇത് രഹസ്യമാക്കി വെക്കണം, കോടതി അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ ഹർജി കൊടുത്തിരിക്കുകയാണ്. CPIM അതിനെതിരായിട്ട് ഹർജി കൊടുത്തിട്ടുണ്ട്. ഇത് കോർട്ടലക്ഷ്യമാണ്, കോടതിയുടെ ഉത്തരവിനെ ലംഘിക്കാൻ വേണ്ടിയൊരു ഏർപ്പാടാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏത് കമ്പ്യൂട്ടറിൽ അടിച്ചു കഴിഞ്ഞാലും കിട്ടുമല്ലോ ഏതൊക്കെ പാർട്ടികളിൽ നിന്നാണ്, ഏതൊക്കെ പാർട്ടികൾക്കാണ് കോർപ്പറേറ്റുകൾ ഫണ്ട് കൊടുത്തതെന്ന്. അതിന് ജൂലൈ മാസം വരെ പോകണോ? അപ്പോൾ നമ്മളെ കബളിപ്പിക്കാനുള്ള ശ്രമം, ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമം, ഇത് നമ്മൾ ജനങ്ങളോട് തുറന്നു പറയണം. ആ പണശക്തിയാണ് നമുക്കെതിരായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. പത്രങ്ങളെ സ്വാധീനിച്ച്, ടെലിവിഷനെ സ്വാധീനിച്ച്, സോഷ്യൽ മീഡിയയിലെ പ്രൊഫഷണലുകളെ പണം കൊടുത്ത് നിയോഗിച്ചുകൊണ്ട് വലിയ നിലക്ക് ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടി ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനങ്ങളെ കരുതേച്ചി കാണിക്കാനുള്ള പ്രചരണങ്ങൾ ശക്തമായിട്ട് വരും. അതിനെ പ്രതിരോധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് യാതൊരു വിഷമവുമില്ല. കാരണം മനുഷ്യ വിഭവശേഷി നമുക്കുണ്ട്. അപ്പുറത്ത് പണശക്തിയാണ്, ഇപ്പുറത്ത് മനുഷ്യ വിഭവശേഷിയാണ്. അതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ എല്ലാ എതിർ പ്രചാരവേലകളെയും എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, അത് മുന്നോട്ട് വെക്കുന്ന നയങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ ഭാവിക്ക് ആവശ്യം എന്നത് ജനങ്ങളെ ആകെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നമുക്ക് നടത്താനാവും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ ഇപ്പോൾ ഈ കൺവെൻഷനിലൂടെ ഈ അസംബ്ലി മണ്ഡലത്തിലും തുടക്കം കുറിക്കുന്നത്. എന്തൊക്കെ പ്രചരണമാണ് ഇപ്പം തുടങ്ങിയിട്ടുള്ളത്? മോദി പറയാണ് മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഞാൻ മാറ്റും ഇന്ത്യയെ. പക്ഷേ ഇന്ത്യ രാജ്യത്തിൻ്റെ ആളോഹരി വരുമാനം എത്രയാണ്? ആളോഹരി വരുമാനത്തിൻ്റെ കാര്യത്തിൽ 142ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ രാജ്യം നിൽക്കുന്നത്. എന്നിട്ടാണ് ഈ ബഡായി പ്രസംഗം നടത്തുന്നത്, മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കും. പട്ടിണി സൂചികയിൽ 111ാമത്തെ രാജ്യം ഇന്ത്യ രാജ്യം, മോദി ഭരിക്കുന്ന രാജ്യം. പ്രചരണം എന്താണ്? മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കും. അപ്പോൾ ആളുകൾക്ക് തോന്നുക നല്ല തരക്കേടില്ല കേട്ടോ, ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യയെ മാറ്റാൻ വേണ്ടി പോവാണ് മോദി. ഇങ്ങനെയുള്ള ബഡായി പ്രചരണങ്ങളിലൂടെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് വോട്ട് നേടാനുള്ള പരിശ്രമം, പണത്തെ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് നേടാനുള്ള പരിശ്രമം, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ വേണ്ടി പോവുകയാണ്. അതിനെ ജനകീയ ശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെറുത്ത് തോൽപ്പിക്കണം. കേരളം രാജ്യത്തിനും ലോകത്തിനും മഹത്തായ സന്ദേശം നൽകിയിട്ടുള്ള മാതൃക കാണിച്ചിട്ടുള്ള രാജ്യമാണ്, സംസ്ഥാനമാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 10 കൊല്ലം പിന്നിട്ടപ്പോഴാണ് രാജ്യമാകെ കോൺഗ്രസ് മഹാശക്തിയായിരിക്കുന്ന കാലത്ത് ഈ കേരളത്തിൽ EMSൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. 10 വർഷം സ്വാതന്ത്ര്യത്തിന് ശേഷം. വീണ്ടും 10 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ 9 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തോറ്റു. 77 ആവുമ്പോഴേക്ക് കോൺഗ്രസിന് കേന്ദ്രത്തിലെ അധികാരം നഷ്ടപ്പെട്ടു. പിന്നെ കോൺഗ്രസേതര ഗവൺമെൻറ്റുകൾ. ഇപ്പോൾ 10 വർഷമായിട്ട് മോദിയുടെ ഭരണമാണ്, BJPയുടെ ഭരണമാണ്, RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പാർട്ടിയുടെ ഭരണം. RSSൻ്റെ തത്വശാസ്ത്രം നടപ്പിൽ വരുത്താനുള്ള വലിയ വെല്ലുവിളി നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഉയർന്നു വന്ന ഒരു സമയം. ആ സമയം നാം ഉണർന്നെഴുന്നേൽക്കുക, അനീതിക്കെതിരായിട്ട് പോരാടുക, ജനാധിപത്യ സംരക്ഷണത്തിനു വേണ്ടി മതനിരപേക്ഷതയുടെയും സാമൂഹ്യ നീതിയുടെയും സംരക്ഷണത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് നാം നടത്തുന്നത്. ആ പോരാട്ടത്തിൽ നമുക്ക് കേരളത്തിൽ എതിരിടേണ്ടത് കോൺഗ്രസിനെയാണ്. കോൺഗ്രസിൻ്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്കറിയാലോ അല്ലേ? ഏതാണ്ട് ഈ പാർട്സൊക്കെ ഊരിത്തെറിക്കുന്ന വണ്ടിയുടെ, പഴയ വണ്ടിയുടെ മട്ടിലായിട്ടുണ്ട് കോൺഗ്രസ്. ഇപ്പോൾ ഊരിത്തെറിക്കുകയാണിപ്പോൾ എല്ലാം അല്ലേ? അതിന് ഊർജം കൊടുക്കാൻ വേണ്ടി പത്രമുണ്ട്, മനോരമ, മാതൃഭൂമി. ഇവരിപ്പോൾ ഊർജം കൊടുത്തുകൊണ്ടിരിക്കുക. കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരിലെ മക്കൾ ഇപ്പം എങ്ങോട്ടാണ് പോകുന്നത്? അനിൽ ആൻ്റണി അല്ലേ, ആദർശധീരൻ്റെ മകനിപ്പോൾ പത്തനംതിട്ടയിലെ BJPയുടെ സ്ഥാനാർത്ഥിയാണ് അനിൽ ആൻ്റണി. കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട അനിൽ ആൻ്റണി BJPയിലേക്ക് പോകുന്നു എന്ന് കേട്ടപ്പോൾ ആദ്യം ഞെട്ടിയത് ആൻ്റണിയുടെ ഭാര്യ എലിസബത്താണ്. എലിസബത്ത് കരഞ്ഞു പറഞ്ഞു, മോനെ നീ കോൺഗ്രസ് കുടുംബം വിട്ട് എങ്ങോട്ടും പോകാൻ വേണ്ടി പാടില്ല എന്നാണ്. പക്ഷേ എലിസബത്ത് ആൻ്റണിയോട് അനിൽ ആൻ്റണി പറഞ്ഞു, അമ്മേ ഈ കോൺഗ്രസ് നമ്മളെല്ലാം വഞ്ചിച്ചു, എന്നെ വഞ്ചിച്ചു,
എന്നോട് നീതി പുലർത്തിയില്ല, അതുകൊണ്ട് നീതി കിട്ടുന്ന ഒരിടത്ത് എനിക്ക് പോകണം, അതുകൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ എലിസബത്തിന് സംശയമായി. മൂപ്പരെങ്ങോട്ടാണ് പോയത്? കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചു. അല്ലേ? എലിസബത്ത് ആൻ്റണി എന്നെ പറഞ്ഞ കൃപാസനത്തിൽ പോയി എഴുതി കൊടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഉൾവിളി വന്നു, മകന് ഭാവി ഉണ്ടാവണമെങ്കിൽ BJP പോകുന്നതല്ല. അപ്പോൾ എലിസബത്ത് ആൻ്റണിയുടെ പിന്തുണയോടുകൂടിയാണ് അനിൽ ആൻ്റണി BJPയുടെ സ്ഥാനാർത്ഥിയായി മാറിയതെന്ന് വ്യക്തമാണല്ലോ. ഇപ്പം നമ്മുടെ കരുണാകരൻ്റെ പുത്രി പത്മജ വേണുഗോപാൽ ഇപ്പം അങ്ങോട്ട് പോയിരിക്കുകയാണ് BJPയിലേക്ക്. ഡൽഹി പോയിട്ടാണ് മെമ്പർഷിപ്പ് എടുത്തത് അല്ലേ? അപ്പോൾ പെങ്ങൾ പോയിട്ട് ഏതാണ്ട് കാര്യം ഉറപ്പാണെങ്കിൽ അനിയനും ഏട്ടനും അങ്ങോട്ട് പോകേണ്ട ഏർപ്പാടിലായിരുന്നു. അതേ ഉള്ളൂ. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നാണ് നാം പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് തന്നെ എത്ര കോൺഗ്രസ് BJPയിൽ പോകും എന്ന് ഉറപ്പ് പറയാൻ പറ്റാത്തൊരു സാഹചര്യം നിൽക്കുകയാണ്. അതാണ് കോൺഗ്രസും BJPയും. ഇവരൊക്കെ ചങ്ങാതിമാരാണല്ലോ. കൃത്യമായിട്ടുള്ള ഡീല് നടക്കുകയാണ്. ഇവിടെ ആലപ്പുഴയിൽ UDFൻ്റെ സ്ഥാനാർത്ഥി ആരായപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി KC വേണുഗോപാൽ അല്ലേ? മൂപ്പരിപ്പം രാജ്യസഭയിലെ അംഗമാണ്. എവിടുന്നാണ് ജയിച്ചതെന്നറിയോ? രാജസ്ഥാനിൽ നിന്നും. ഇനിയും 2 കൊല്ലമുണ്ട്. രാജ്യസഭയിൽ BJPക്ക് ഒറ്റക്ക് ഭൂരിപക്ഷമില്ല. അപ്പം അവിടെ ഭൂരിപക്ഷം ഉണ്ടാകാനുള്ള ഒരു വഴി തുറന്നിരിക്കുകയാണ് KC വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടെ. കാരണം ഇവിടുന്ന് അഥവാ ജയിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വേണം? രാജ്യസഭാ സ്ഥാനം രാജിവെക്കണം. അവിടെ ആര് ജയിക്കും? കോൺഗ്രസ് ജയിക്കുമോ? ഇല്ല, BJPയെ ജയിക്കുക. BJPക്കായി ഇവിടെ ഭൂരിപക്ഷം. ഹിമാചൽ പ്രദേശിൽ നമ്മൾ കണ്ടില്ലേ? കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ മനു അഭിഷേക് സിംഗ്വി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു നേതാവ് രാജ്യസഭയിലേക്ക് മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷമുള്ള കോൺഗ്രസിൽ നിന്ന് 6 കോൺഗ്രസിൻ്റെ MLAമാർ രാജിവെച്ച് ഇദ്ദേഹത്തിന് വോട്ട് ചെയ്തു. ആർക്ക്? BJP സ്ഥാനാർത്ഥി. ഇതാ കോൺഗ്രസ്. ആ കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിക്കും? കോൺഗ്രസിനെ വിശ്വസിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടിയുള്ള പോരാട്ടം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും ആലോചിക്കേണ്ടത്. അത് LDFകാർ മാത്രമല്ല, എല്ലാ പാർട്ടിയിൽപ്പെട്ട ആളുകൾ ആലോചിക്കണം. അതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ പാരമ്പര്യം, നന്മയുടെ പാരമ്പര്യം, അതാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്നത്. ആ പാരമ്പര്യം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വിജയകരമായി ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. ആ നിലക്ക് ശൈലജ ടീച്ചറെ നല്ല വിജയം നൽകിക്കൊണ്ട് പാർലമെൻറ്റിലേക്ക് അയക്കാൻ കഴിയണം. അതിനുവേണ്ടി നമുക്കൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൺവെൻഷനിൽ പങ്കെടുത്ത എല്ലാവരെയും ഹാർദമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു.